നമ്മൾ ഒത്തിരി ഓടിയിട്ട് അവശരായിട്ടാണ് പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ വരാറുള്ളത്. പല കാര്യങ്ങളും ചെയ്തു നോക്കും, ദൈവത്തെ വിളിക്കാതെ നമ്മുടേതായ കഴിവിലും ബുദ്ധിയിലും ആശ്രയിച്ച് പല കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ട് അവശരായി തീരുമ്പോഴാണ് കർത്തൃസന്നിധിയിലേക്ക് വരാറുള്ളത്. അപ്രകാരം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ അവശരായി നിൽക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു ചെന്നിട്ട് പറയുന്ന ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്. യേശു അവരോട് പറയുന്നത്, പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു പറയുന്നതിന് മുമ്പ് അവർ വലത്തും ഇടത്തും ഒക്കെ വീശിയിട്ടുള്ളതാണ്. കടലിൻ്റെ മിക്ക ഭാഗങ്ങളും അവർ വീശി കഴിഞ്ഞിരിക്കുന്നു. രാത്രി മുഴുവൻ അവരുടെ പ്രയത്നം മുഴുവൻ മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ ഫലം ശൂന്യമാണ്. എന്നാൽ നാഥൻ്റെ വാക്ക് കേട്ട് അവർ വല വീശിയപ്പോൾ 153 പെരുത്ത മീൻകൂട്ടം അവരുടെ വലയിൽ കയറി. അവരുടെ കഴിവുകൊണ്ടല്ല, നാഥൻ പറഞ്ഞ വാക്കിനെ കേട്ടനുസരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ തന്നെ മാറാനിടയായി. ഇന്ന് നാം യേശുക്രിസ്തുവിൻ്റെ വാക്ക് കേട്ടനുസരിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറും. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി അധ്വാനിച്ചില്ലേ, ഒത്തിരി ബിസിനസ്സുകൾ, പല പരിപാടികൾ ചെയ്തില്ലേ, അവിടെ ഒന്നും കിട്ടിയില്ലല്ലോ. എന്നാൽ ഇന്ന് ആ നാഥൻ്റെ ആ വാക്ക് കേട്ട് ഒറ്റ പ്രവൃത്തി ചെയ്താൽ മതി. കഴിഞ്ഞ നാളുകളിൽ അധ്വാനിച്ചാൽ കിട്ടാവുന്ന ഇതിൻ്റെ ഇരട്ടി മടങ്ങ് തരാൻ ആ നാഥന് കഴിയും. അതുകൊണ്ട് ആ നാഥൻ്റെ വാക്ക് കേട്ട് യാത്ര ചെയ്താട്ടെ, അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും.